കേസ് ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ലൈറ്റ് വർക്ക് തുടങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഇത്ര അകലത്തിൽ. അപ്പോൾ അവിടെ നമുക്ക് ഈ പാർക്ക് ലൈറ്റ് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്ക്രൂ ഡ്രൈവർ എടുക്കുക, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ചൊന്ന് ഹോൾ ഇടുക. ഇട്ട് കൊടുക്കുക. കൃത്യം നോക്കണം, ഇത് പ്ലാറ്റ്ഫോമിൻ്റെ മേളിൽ പോരുത്, ഇത് അടിയിൽ വേണം ഈ ഒരു ഹോൾ വരാൻ. ഒരിക്കലും ഈ ഒരു ഇവിടെ വരരുത്, ഈ ഒരു അടിയിലേ വരാവും. അപ്പോൾ ഗൈസ് നമുക്ക് ഇലക്ട്രിക് വർക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് വയറാണ്. വയറിൻ്റെ കുറച്ചേ ഉള്ളൂ, ഇത് പോരെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ വേണം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച വയറാണ്. ഇത് നല്ല തിന്നായിട്ടുള്ള വയറാണ്. നമ്മളല്ലാതെ ഇലക്ട്രിക് ഷോപ്പിൽ കിട്ടുന്ന വയർ റെഡും ബ്ലാക്കും, അതിനേക്കാൾ കുറച്ചുകൂടെ കട്ടി കൂടിയത്. ഇത് കുറച്ചുകൂടെ ഇങ്ങനെ ഫ്ലെക്സിബിളാണ്, ഇതേപോലെ സെറ്റ് വയറ്. പിന്നെ ബാറ്ററി 9 വോൾട്ടിൻ്റെ ബാറ്ററി. പിന്നെ റെസിസ്റ്റർ വന്നിട്ട് ഇതാണ്, ഇത് 100E റെസിസ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നീട് വന്നിട്ട് ലൈറ്റിലിട്ടിട്ട് ഉപയോഗിക്കുന്നില്ല, ഇതാണ് 3 mm LED ആണ്. ഇത് കുറച്ച് തീരാറായി, അടുത്ത സ്റ്റോക്ക് വാങ്ങിക്കണം. വയറുമൊക്കെ അടുത്ത സ്റ്റോക്ക് വാങ്ങിക്കണം. പിന്നീടെന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്ലിക്കറിങ്ങിന് ഉപയോഗിക്കുന്നത്, മോഡ് കൺട്രോളർ, ഇൻഡിക്കേറ്ററൊക്കെ ഉപയോഗിക്കുന്നത്. ഈ സാധനം ഇത് ഇൻഡിക്കേറ്ററിലായിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ഇതൊരു ബാറ്ററി കൊടുക്കാൻ പറ്റും. ഇതൊരു ബാറ്ററിയിലായിട്ട് കൊടുക്കണം. ഇതും റെഡ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ വൈറ്റ് കൊടുക്കുന്ന ബാറ്ററിയിൽ എടുക്കത്തില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ അകത്തുള്ള കുറേ കളറുണ്ട്, ഇതേപോലെ പിന്നെ ബ്ലൂ ഒക്കെ ഉണ്ട്. പിന്നെ വേണ്ടത് സോൾഡറിങ് ആണ്, ഓരോട് ഇരിപ്പുണ്ടാക്കി പൊട്ടിച്ചത്. പിന്നെ വേണ്ടത് ഇത്. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഗൈസ് ഞാൻ ടോട്ടൽ കൊടുക്കുന്നത് 32 ലൈറ്റാണ് എടുത്ത് വേണ്ടത്. 32 വൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ബാറ്ററി എടുക്കാം സംഭവം. 32 ഉണ്ടോ നോക്കട്ടെ ഗൈസ്. എന്നിട്ട് അങ്ങനെ നമുക്ക് സീൻ വരുന്നില്ല. ഇനി 2, 3, 4, 5, 6 ഗൈസ്. അപ്പം 32 ലൈറ്റ് ഉണ്ട്, നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്ക് വയറാണ് കുറവ് ഗൈസ്, വയർ വാങ്ങിക്കണം. നമുക്ക് നല്ലതുള്ള വയറായിട്ട് ഏതെങ്കിലും വയർ വാങ്ങിക്കണം. നമുക്ക് ഇത് എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും ലൈറ്റ് കൊണ്ട് ഈ ഒരെണ്ണത്തിൽ കൊടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ പാരലലായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, ലൈറ്റ് കണക്ഷൻ എടുക്കുന്നത്. പിന്നെ അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റർ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹെഡ്ലൈറ്റ് പിന്നെ വരുന്നത് ബ്ലിങ്ക് ചെയ്ത് എത്തുന്നതിന് നമ്മൾ ഒരുമിച്ച് കൊടുക്കും. ഇൻഡിക്കേറ്റർ, പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ബാക്കിലത്തെ ഇൻഡിക്കേറ്ററും കൂടെ നമ്മൾ ഒരുമിച്ച് കണക്ഷൻ എടുക്കും. എന്നിട്ട് അതിന് ഒറ്റ റെസിസ്റ്റർ കൊടുക്കും. ഈ എല്ലാത്തിനും കൂടെ ഒറ്റ റെസിസ്റ്റർ. എന്നിട്ട് അത് ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു മോഡ് കൺട്രോളിലോട്ട് കൊടുക്കും. ഇതിനകത്ത് വൃത്തിയായിട്ട് LED എന്നുള്ള പോർഷൻ ഉണ്ട്. ഇതിൻ്റെ പോസിറ്റീവിലും മറ്റേ ലൈറ്റിൻ്റെ പോസിറ്റീവിലും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കും റെസിസ്റ്റർ. ഇതാണ് നമ്മുടെ ബാറ്ററിയിലോട്ട് കണക്ഷൻ വരുന്നത്. എന്നിട്ട് ഈ ഒരു കണക്ഷനും പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യാതെ നിൽക്കുന്ന കണക്ഷൻസാണ്. അതെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ്, പിന്നെ താഴെ വരുന്ന ആ ഒരു ഹോഗ് ലാമ്പ്, പിന്നെ ബാക്കിൽ വരുന്ന ലൈറ്റുകൾ, അപ്പം ബ്രേക്ക് ലൈറ്റ് എല്ലാം കൂടെ. അപ്പോൾ ഇത്ര ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് ചെയ്യേണ്ടാത്തതുകൊണ്ട് അതെല്ലാം കൂടെ ഒറ്റ കണക്ഷൻ എടുത്തിട്ട് അതിനൊരു റെസിസ്റ്റർ. അപ്പോൾ 2 റെസിസ്റ്റർ മതി നമുക്ക്. പിന്നെ ആണെന്നെങ്കിൽ ഹോഗ് ലാമ്പ് കേസിൽ എടുത്തിട്ട് നമുക്ക് അതും ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ബ്രേക്ക് ലൈറ്റ് എല്ലാം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് മാക്സിമം ഇത് കുറച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അതും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതിനകത്തോട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് ഡയറക്ഷൻ കണക്ഷൻ എടുത്തിട്ട് നേരെ ബാറ്ററിലോട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരുമിച്ച് കത്തും. ബ്ലിങ്ക് ചെയ്യേണ്ടത് ബ്ലിങ്ക് ചെയ്തും കത്തും, നോർമലായിട്ട് കത്തുമ്പോൾ നോർമലായിട്ടും കത്തും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെയ്ത് കാണിക്കാൻ സംഭവങ്ങൾ എല്ലാം വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. കേസ് നമുക്ക് സോൾഡറിങ് ചെയ്യണം. അപ്പോൾ സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റുകൾ നമ്മളിപ്പം വയറിങ് കൊടുത്ത് സോൾഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റുകൾ കൊടുക്കേണ്ട ഭാഗത്തെല്ലാം നമ്മൾ ലൈറ്റുകൾ ഇങ്ങനെ വെക്കുക. ആദ്യം ഇങ്ങനെ എല്ലായിടത്തും വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ട് വേണ്ട, വേറെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വയറിങ് ഇങ്ങനെ വെച്ച് സോൾഡ് ചെയ്താൽ പോയാൽ മതി. പിന്നെ നേരെ എടുത്ത് ഇപ്പോൾ കറക്റ്റ് ഒരു അളവായിരിക്കും തമ്മിലുള്ളത്, കറക്റ്റ് എടുത്ത് അപ്പുറത്തോട്ട് ഇത് കണക്ഷൻ കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഇതോരോന്ന് ഇങ്ങനെ ആക്കുക. തുരുമ്പിച്ചതായതുകൊണ്ട് പിടിക്കാൻ കുറച്ച് പാടാം. എന്നിട്ട് അടുത്തതിൻ്റെ നെഗറ്റീവിലിട്ട്
നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ കുറേ പൊളിയാണ് ഇട്ടുണ്ട് കൈസ്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പ് എടുത്ത് കറക്റ്റായിട്ട് വെക്കുക. കുറച്ച് സോൾഡറിങ് എടുക്കുക. ഇതേപോലെ ഒരു പ്രാവശ്യം എടുക്കുക. മാർക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇതേപോലെ സോൾഡറിങ് എടുക്കുക. ചിലപ്പോൾ തിരിച്ചുണ്ടാവും എലിയുടെ പോസിറ്റീവ് നെഗറ്റീവ് സംഭവം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം നമ്മൾ ഈ ഒരു സെറ്റിൽ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് നമുക്കിനി ജസ്റ്റ് ഒന്ന് റെജിസ്റ്റർ ഒന്ന് കൊടുത്ത് വർക്കിംഗ് ആണെന്ന് നോക്കാം. റെജിസ്റ്റർ എടുക്കുക. വയറിൻ്റെ പോസിറ്റീവിൽ കൊടുക്കുക. നെഗറ്റീവിൽ ഇതിൻ്റെ നെഗറ്റീവിൽ. ഓക്കെ ഗൈസ്, നമ്മുടെ 6 ലൈറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ചെയ്ത മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കെല്ലാം ഇത് സിമ്പിളായിരിക്കും. ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സംഭവം അറിയത്തോലും ഇല്ലായിരുന്നു, എങ്ങനെയൊക്കെ കണക്ഷൻ കൊടുക്കുന്ന പോലും. ഇപ്പം ഞാനെല്ലാം പഠിച്ച് സെറ്റായി. ഒരുമാതിരി ഇല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബേസിക്കായിട്ട് ചെയ്യേണ്ട ലൈറ്റുകളെല്ലാം. ഇനിയും ചെയ്യേണ്ടത് നമുക്ക് പിക്സൽ ലൈറ്റുകൾ പഠിക്കണം, അതിൻ്റെ പ്രോഗ്രാമിങ്ങുകൾ സെറ്റപ്പ് ചെയ്യാൻ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മറ്റേ ചേസറിൻ്റെ ഒക്കെ ഒരുമാതിരിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അടുത്തൊരു വണ്ടിയിലൊക്കെ ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കും കേസിൻ്റെ സെറ്റപ്പ്. നമുക്ക് വണ്ടി കഴുകുക ഒപ്പിക്കാൻ തുടങ്ങി ചെയ്യാം. പിന്നെ ഗൈസ് അപ്പോൾ നമ്മളകത്ത് നല്ല കണക്ഷൻ കൊടുത്തു, നമ്മളതെല്ലാം ഒട്ടിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. ഗൈസ് ഉണ്ടോ ഗൈസ്, ഇത്രയുള്ള സംഭവം. ഇതിനകത്ത് നമുക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വെച്ചോട്ടെ. നമ്മുടെ ഈ സാധനം എടുക്കുന്നു. ഇതുകൊണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് ഉണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇൻഡിക്കേറ്റർ എത്തണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ പല മോഡുകളുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് മോഡെന്ന് പറഞ്ഞ് ഇതിനകത്ത് പിടിച്ച് നോക്കിയാൽ മതി. അയ്യോ ഇങ്ങനെയൊന്നുമില്ല ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ ആ ഒരു പാർക്കിലേറ്റിൻ്റെ എല്ലാം നമ്മൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞ് നമ്മളിവിടെ നിന്നാണ് തുടക്കം പോകുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് തുടങ്ങി ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്കും, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അടുത്തതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, ആ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് അങ്ങനെ കൊടുത്ത് അങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് കണക്ഷൻ എടുത്ത് നേരെ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഏതാ കണക്ഷൻ അപ്പുറത്തെ അതിൻ്റെ പിന്നെ അതിൻ്റെ ഫുൾ ലൈറ്റിലോട്ട് അങ്ങനെ ടോട്ടൽ 12 ലൈറ്റിലോട്ട് കണക്ഷൻ ഉണ്ട്. ഇതെല്ലാം ഒറ്റൊരു ബാറ്ററി കത്തുന്നതാണ്. കേസൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. റെജിസ്റ്റർ കൊടുക്കുക. ഗൈസ് 12 ലൈറ്റ് കത്തുന്നുണ്ട്. ഈ സൈഡിൽ 6, അതുപോലെ അപ്പർ സൈഡിൽ 6. ഗൈസ് അപ്പോൾ 12 ലൈറ്റ് നോക്കി ഒരു ഒറ്റ ഞാൻ നോട്ടിൽ കത്തിക്കാൻ പറ്റും. 12 അല്ലാതെ കൂടുതൽ കത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ റെജിസ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 100E എന്ന് പറഞ്ഞ റെജിസ്റ്റർ, 100E. ഇപ്പോൾ ഒരു പച്ച കളറാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത കണക്ഷൻസ് ഒക്കെ എടുക്കണം. ഗൈസ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണം. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ കണക്ഷൻസിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഒഴിക്കണം. ഫുള്ളായിട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടുന്ന് നമുക്ക് ലൈറ്റ് അടിക്കേണ്ട ഇങ്ങോട്ട് മാത്രമല്ല നമുക്ക് ലൈറ്റ് അടിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ഫുള്ള് ഗ്ലൂ ഗണ്ണ് നിറച്ചിട്ട് അതിനകത്ത് ഫുള്ള് ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടുള്ള വെട്ടം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങോട്ട് വെട്ടം പിന്നെ കാണത്തില്ല. അപ്പോൾ നമുക്കതൊരു പെർഫെക്ഷനായിട്ട് നിൽക്കും. പെർഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിനകത്തൊക്കെ നമുക്ക് പുറത്തോട്ട് എല്ലാം മിനിയേച്ചർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇതിൽ പിന്നെ ഇങ്ങോട്ട് വെട്ടം, പിന്നെ ഇവിടെ നിന്നെല്ലാം ഒത്തിരി വെട്ടം, പിന്നെ അടി ഫുള്ള് ഒരുമാതിരി വൈറ്റ് കളർ കത്തി നിൽക്കും. അപ്പോൾ അത് നമുക്ക് വരാതിരിക്കാൻ അങ്ങനെ ചെയ്യാം. മെയിനായിട്ട് ഹെഡ് നിൽക്കുകയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ മെത്തേഡ്. ഹെഡ് ലൈറ്റിൽ മാത്രം നമുക്ക് വെട്ടം നിൽക്കാനും വേറെ പുറത്തോട്ടൊന്നും എക്സ്ട്രാ വെട്ടം പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻസിനെല്ലാം നമുക്ക് കൊടുത്ത് അങ്ങനെ ഗ്ലൂ കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അവിടെ നിന്ന് റിമൂവ് ആയി പോകത്തില്ല. ഈ ഒരു സോൾഡറിങ് വിട്ട് പോകത്തില്ല. മാത്രമല്ല നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കാം സംഭവം. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഗ്ലൂ കൊണ്ട് വെച്ചിട്ട്. അപ്പം അതിനൊക്കെ വേണ്ടി മാത്രം ഗ്ലൂ കൊണ്ട് യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഗ്ലൂ ഗണ്ണിന് വേറെ വരുന്നില്ല. പിന്നെ എന്തെങ്കിലും ലൈറ്റ് പരമായിട്ടുള്ള സെറ്റപ്പുകൾ
ഇപ്പോൾ ചെറിയ പാർക്ക് ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ലൈറ്റൊക്കെ നമുക്ക് അങ്ങനെ കൊടുത്തോളം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതിനെ കൊള്ളാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഞാൻ ഇതുവരെ ഗ്ലൂ ഗണ്ണ് കണ്ടില്ല. ഒട്ടിക്കാൻ ഞാൻ യൂസ് ചെയ്തില്ല. ഗൈസ് അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കണം. ഇതൊക്കെ ബ്രേക്ക് ലൈറ്റ് വെക്കാനാണ് ഗൈസ്. അപ്പോൾ ബ്രേക്ക് ലൈറ്റിന് വേണ്ടി ഇങ്ങനെയുള്ള സെറ്റപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തിട്ട് ചെയ്യുന്ന ചെറിയൊരു ഉടായ്പ പരിപാടി എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു സെറ്റപ്പാണ്. അപ്പം നമ്മളിവിടെ ഉണ്ട് നമ്മുടെ പാർക്ക് ലൈറ്റ് നിൽക്കുന്നത്, ആ ടോപ്പിൽ കാണുന്ന ലൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് നേരെ അതിൻ്റെ അവിടുത്തെ കണക്ഷൻ എടുക്കുക, അങ്ങോട്ട് വെക്കുക. ഏറ്റവും സിമ്പിൾ പരിപാടി. അത് ഇൻഡിക്കേറ്റർ വരുന്നത് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് അതിനകത്തോട്ട് കണക്ഷൻ എടുത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ചെറിയൊരു എന്താ പറയുക, ഇങ്ങനത്തെ ഉടായ്പ് വിദ്യ പോലത്തെ പരിപാടികളാണ് ഗൈസ്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ വയറിംഗ് അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പുറം സൈഡ് ഇതുപോലെ ചെയ്യണം. ഏകദേശം ഈ ഒരു എൻഡ് ചെയ്യുന്ന ഒരു പാർക്ക് ലൈറ്റ് ഉണ്ട്, കറക്റ്റ് അങ്ങോട്ട് കണക്ഷൻ എടുക്കുക. ഇവിടെ നിന്ന് എൻ്റെ വന്ന രീതി വെച്ചിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്രേക്ക് ലൈറ്റും ആ ഒരു പാർക്ക് ലൈറ്റ് ബാക്കിലത്തെ പാർക്ക് ലൈറ്റും കൂടെ വരുന്നത്, പാർക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റും കൂടെ വരുന്നത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ വന്നു വെച്ചാൽ ഇതിനകത്ത് റെഡ് കളറാണ് അടിക്കാൻ വന്നത്. റെഡ് കളർ വന്നിട്ട് റെഡ് കളറും അല്ലാതെ വൈറ്റ് ആയിട്ടിരിക്കുന്നത് വൈറ്റും പിന്നെ ഓറഞ്ച് ഇരിക്കുന്നത് ഓറഞ്ചും അങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണക്ഷൻ എടുത്തിരിക്കാൻ ഞാൻ മുമ്പേ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഇതിനകത്തോട്ട് കണക്ഷൻ എടുത്തിട്ട് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. വ്യക്തമായിട്ട് കാണിച്ചു തരാം ഗൈസ്. കാണത്തില്ല എന്നാലും ഇത് നമ്മളങ്ങനെ ആണല്ലോ, ഏകദേശം ആണല്ലോ ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുത്തിട്ട് മറ്റേ മേളത്തെ മുട്ടരുത് കേട്ടോ, അവിടെ വെച്ച് കട്ട് ചെയ്യണം സംഭവം. മേളത്തെ വരുന്നത് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന കണക്ഷൻ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൈറ്റായിട്ട് കത്തി നിൽക്കുന്ന കണക്ഷൻ ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ നിന്നാണ് ഈ ഒരു കണക്ഷനിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് കണക്ഷൻ വരുന്നത്. ഓക്കെ, ആ ബ്രൈറ്റായിട്ട് കത്തിക്കുന്നതിൻ്റെ ഫ്രണ്ടിലോട്ട് കണക്ഷൻ പറ്റും. ഞാൻ ഇത് ടോട്ടലായിട്ട് കത്തിച്ച് ഞാൻ കാണിക്കാം, എല്ലാം കൂടെ കത്തിച്ച് എടുക്കുന്നത് ഞാൻ കാണിക്കാം എങ്ങനെയാണ്. നമുക്ക് എല്ലാം കൂടെ കത്തിക്കണമെങ്കിൽ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണല്ലോ. ഗൈസ് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ഏതാണ് ഗൈസ്? നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇതിൻ്റെ പോസിറ്റീവിൽ ഒരു റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഇതിലടിക്കുക. അതിനെ ഇത് ഇൻഡിക്കേറ്ററൊക്കെ വരുന്ന കണക്ഷൻ കേട്ടോ. ഇതുകൊണ്ട് ഇതിലേക്ക് കണക്ഷൻ എടുക്കുക. ഇത് കൊണ്ടുവന്ന് ഇതിൻ്റെ റെസ്റ്റോറൻ്റ് അപ്പുറം എൻ്റെ കൊണ്ടുവന്ന് നമ്മുടെ മോഡിൻ്റെ എൻഡിൽ കൊടുക്കുക. എന്നിട്ട് ഈ മോഡിൽ വരുന്നത് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്ലിങ്ക് ചെയ്യാത്ത കണക്ഷനാണ്. അത് കൊണ്ടുവന്നിട്ട് നമ്മളിതിലേക്ക് ഇതിൻ്റെ പോസിറ്റീവ് ഉണ്ടോ, നമ്മൾ ബാറ്ററി കൊടുക്കുന്നതാണ് ഈ രണ്ട് വശവും. അതുകൊണ്ട് നമുക്കിത് കൊണ്ടുവന്ന് ബാറ്ററി കൊടുക്കുന്ന കണക്ഷൻ്റെ അവിടെ ഇങ്ങനെ കൊടുക്കാം. ഇത് കൊണ്ടുവന്ന് നെഗറ്റീവ് ഇടയ്ക്കൂടെ എന്തോ മുട്ടുന്നുണ്ട്. ബ്ലിങ്ക് ചെയ്യേണ്ട കറക്റ്റ് ബ്ലിങ്ക് ചെയ്ത് കത്തും, അല്ലാതെ കത്തേണ്ടത് നമുക്കല്ല. ബാക്കിലുണ്ടാവണം ബ്ലിങ്ക് ചെയ്ത് ഇൻഡിക്കേറ്ററിൻ്റെ, അത് കണക്ട് ഏറ്റവും അടി വരുന്ന ലൈറ്റാണിത്. ഇതാണ് നമുക്ക് സിമ്പിളായിട്ട്. ഇതിപ്പോൾ എത്ര 2, 4, 6, 12, 10, 22 ലൈറ്റ് ഉണ്ട്. 22 ലൈറ്റ് ഒരു ഒറ്റ ഞാൻ പാട്ടിലാണ് എടുത്തിരിക്കുന്നത്. പലരും ചോദിച്ച സംഭവമാണ് അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഈ ഒറ്റ പാട്ടിയുടെ ആവശ്യമുള്ളൂ. ഇന്ന് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന 3, 6, 8 ലൈറ്റുകളുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് 8, 2, 10 എണ്ണങ്ങളുണ്ട്. ആ ഒരു അടിയിൽ പ്രോഗ്രാമുകളുണ്ട്. അതും കൂടെ നമുക്ക് ഒറ്റ കണക്ഷൻ എടുക്കാം. ടോട്ടൽ 32 ലൈറ്റ് നമുക്ക് ഈ കണക്ഷൻ എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ തന്നെ കൂടിയ ബാറ്ററിയുണ്ട്, മറ്റേ എവരിഡേ എന്ന് പറഞ്ഞിട്ട് 45-ൻ്റെ. അത് കൊടുത്താൽ അത് കുറച്ചുകൂടെ ലോങ് ലൈഫ് കിട്ടുന്ന ബാറ്ററിയാണ്. ഇത് കുറച്ച് നാളത്തൊക്കെ ഉള്ളൂ, പെട്ടെന്ന് ചാർജ് അടിയിലേക്ക് വരുമെന്ന്. അതുകൊണ്ട് ഈ കാണുന്ന പോലെയാണ്.
അടിയിൽ കണ്ടോ കാണാൻ പറ്റും, പോയി ലിറ്റ്. പിന്നെ ഇതിനകത്ത് ജസ്റ്റ് ടേപ്പ് കൊടുത്ത് വെച്ചേക്കുന്നുണ്ട് അടയ്ക്കാൻ വേണ്ടി. അപ്പം അവിടെ നമുക്ക് ബ്ലാക്ക് കൊടുത്താൽ നമുക്ക് അതൊരു അങ്ങോട്ട് വട്ടം അടിക്കാതെ ഈ ഒരു ഭാഗത്തേക്ക് മാത്രം വട്ടം അടിച്ച് നിൽക്കത്തുള്ളൂ. അപ്പം അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഇനി നാളെ നോക്കാം. ഗൈസ് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കില്ല, സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് നാളെ സെറ്റ് ചെയ്യണം അത്. ഗൈസ് അപ്പോൾ ഫ്രണ്ടിലത്തെ ലൈറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈറ്റെല്ലാം ഫോഗ് ലാമ്പിന് വേണ്ടി നമ്മൾ അകത്തൊരു ഫോം ഷീറ്റ് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇൻഡിക്കേറ്ററിന് വെക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റിന് ഹോൾ കുറച്ച് വലുതാക്കിയിട്ട് വെക്കാൻ പറ്റുന്നുള്ളായിരുന്നു. അപ്പോൾ അതങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്ത് അതിന് വയറിങ് കണക്ഷൻ കൊടുക്കണം. പിന്നെ ഇനിയും ഹെഡ്ലൈറ്റ് കൊടുക്കണം. ഹെഡ്ലൈറ്റ് കൊടുക്കണമെങ്കിൽ കുറച്ച് ചെറിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് കുറവാണ് ഗൈസ് ഈ ഒരു ഭാഗത്ത്. കാരണം അവിടെ ഡോറിൻ്റെ കണ്ടോ ഈ ഒരു സ്പേസ് വരുന്നതുകൊണ്ട് നമുക്കതൊരു ചെറിയ സീനാണ്. പക്ഷേങ്കിൽ അവിടെ മറ്റേ ഒരു ഒരു കവറിങ് പോലെ വരുന്നുണ്ടല്ലോ, ഒരു സിൽവർ കളറിൻ്റെ, അതുകൂടെ വന്നു കഴിയുമ്പോൾ സീനില്ല. നമുക്കപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അവിടെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഗൈസ് നമ്മൾ കണക്ഷൻസിൻ്റെ നമ്മൾ ഗ്ലൂ ഗൺ ഒഴിച്ചിട്ടുള്ള ഗൈസ്. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തില്ല ഒഴിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒഴിക്കേണ്ടത്. കണക്ഷൻസിൽ ഒഴിക്കുക. അതെന്നുണ്ടെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് ഗ്ലൂ ഗണ്ണിൽ മുക്കിയിടുകയും ചെയ്യാം. ഇങ്ങനെയിട്ട് നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കാം. വെള്ളം കയറുന്ന തുരുമ്പിക്കുക എന്നുള്ള പേടിയൊന്നും വേണ്ട. അതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കണക്ഷൻസിൽ മാത്രം, വെള്ളം നനയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കണക്ഷൻസിൽ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ പിന്നെ ഞാൻ ഇവിടുന്ന് ഉണ്ടോ നമുക്ക് വയറിങ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം അതിനാണ് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കണക്ഷൻ എടുത്തിട്ടാണ് ഇവിടുന്ന് ഇൻഡിക്കേറ്ററിലോട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇൻഡിക്കേറ്ററിൽ നിന്ന് കറക്റ്റ് എടുത്ത് ഇങ്ങോട്ടും കൊടുത്തു. അപ്പോൾ അത് വർക്കിംഗ് ആണ് ഫ്രണ്ട്. പിന്നെ ഇത് ഫോഗ് ലാമ്പാണ്. ഹെഡ്ലൈറ്റ് കൊടുക്കണം. ഹെഡ്ലൈറ്റ് കൊടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ സീനില്ല, ഇവിടെയാണ് ടാസ്ക്. എന്തെങ്കിലും കൊടുക്കണം. അതോടെ കൊടുത്താൽ നമുക്ക് റെഡി വരും കേട്ടോ. ഇലക്ട്രിക്കലായിട്ടുള്ള അതും ഇനി ഫോഗ് ലാമ്പോടെ കൊടുക്കാൻ. അത് നമ്മളിവിടുന്ന് ഈ ഒരു കണക്ഷൻസിലാണ് എടുക്കുന്നത്. അയ്യോ ഇതുണ്ട് ബാക്കിൽ വരുന്ന ഒരു മൈനസ് നമ്മളത് കൊടുക്കുന്നത്. ഇത് ഡയറക്റ്റ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ബ്രേക്ക് ലൈറ്റ് കൊടുത്തില്ല, ഇങ്ങനെ അടുക്കി അതേപോലെയാണ് നമ്മൾ ഇതും കൊടുക്കുന്നത്. വെച്ചിട്ട് ഒന്ന് ഒടിച്ച് എല്ല് പോലെ ആക്കിയിട്ട് ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മുട്ടിക്കും. 3 ലൈറ്റ് ഇത് കമ്പിയായിട്ട് വരും. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഒരു കണക്ഷൻ എടുത്ത് അങ്ങോട്ടും കൊടുക്കുക. ബാക്കി വരുന്ന വേറെടുത്ത് മുറിച്ചിവിടെ കൊടുക്കുക. അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ഫുൾ ലൈറ്റ് കത്തും ഗൈസ്. അപ്പം ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. ഇപ്പം ലൈറ്റുകൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ലൈറ്റുകൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ നമുക്ക് കളർ അടിക്കണം, ഓറഞ്ച് അടിക്കണം. അതേപോലെ ഫോഗ് ലാമ്പ് വരുന്നിടത്ത് യെല്ലോ അടിക്കണം ഗൈസ്. നമ്മുടെ പുതിയ ഒരു ലേബലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാ തവണ കിട്ടുന്ന പോലെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ബസ്സിലും ഏകദേശം ഈ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വയറിങ് വിട്ടുപോയതാണ് ഗൈസ്. അത് ഞാൻ ഗ്ലൂ ഗണ്ണ് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉരുക്കി എടുത്തിട്ട് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ അത് അടച്ച് നിർത്തി. ബാക്കിലേക്ക് നമുക്ക് ഷർട്ട് അടിക്കണം. ആ കത്തുന്നതാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇതിൻ്റെ ലൈറ്റ് വർക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സിമ്പിൾ ആൻഡ് കാണാൻ രസമുള്ള ബേസിക്കായിട്ടുള്ള ലൈറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഗൈസ് ഇതാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ലുക്ക്. ഒറ്റ വിഷയമുള്ളൂ ഗൈസ്. ആ ഒരു മറ്റേ ചെറിയ ഇവിടുത്തെ ഒരു പറയുന്നത് മറ്റേ LED ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു ലൈറ്റും കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ബോർഡുണ്ട്. അത് വെക്കാൻ പറ്റത്തില്ല, കാരണം തീരെ ചെറുതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ. ഈ വിരലിൻ്റെ ഇവിടെ ഇത്രയും ലൈറ്റ് ഇങ്ങനെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്. ഇത് തന്നെ ടാസ്ക്കായിരുന്നു. കുറേ നേരം എടുത്തിട്ടാണ് ഇത് ലൈറ്റ് സെറ്റ് ചെയ്തത്, ഹെഡ് ലൈറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഗൈസ് ഞാൻ നിർത്താം, അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ടുണ്ട്. ആ വന്ന കണക്ഷൻസൊക്കെ ഞാൻ കാണിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ഹെഡ് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ ബ്ലിങ്ക് ചെയ്യാത്ത ലൈറ്റുകളെല്ലാം കണക്ഷൻ പറ്റിയ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ വയറിലാണ്. ബാക്കി 2 വയലറ്റ് കാണുന്നതിലാണ് ബ്ലിങ്ക് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ മോഡൽ എല്ലാം വരുന്നത്. അപ്പം നമ്മൾ അതിനകത്തുനിന്നൊരു വയറുണ്ട്, അതിൻ്റെ വ്യക്തമായിട്ട് കാണിക്കും. അതിൻ്റെ പോസിറ്റീവാണിത്. ആ ഒരു ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നെഗറ്റീവാണിത്. അതിൻ്റെ പോസിറ്റീവ് ഡയറക്റ്റ് വന്നിട്ട് റെസിസ്റ്റർ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു LED മോഡിൻ്റെ പോസിറ്റീവിലോട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ നെഗറ്റീവ് വന്ന് LED നെഗറ്റീവിലേക്ക്. പിന്നെ LED അപ്പുറം എൻ്റെ നേരെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഗ്രീനാണ് പോസിറ്റീവ്, അതുപോലെ ബ്ലൂ ആണ് നെഗറ്റീവ്. ഈ ബ്ലൂവിൻ്റെ ഈ ഒരു പോസിറ്റീവിൽ നിന്ന് റെസിസ്റ്റർ വന്നേക്കുന്ന ആ ഒരു റെസിസ്റ്ററിലോട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടും. അതേപോലെ ഈ നെഗറ്റീവ് എല്ലാം കൂടെ നെഗറ്റീവിലോട്ട് കൂട്ടിമുട്ടും. അതുപോലെ ബാറ്ററിലോട്ട് കണക്ഷൻ കൊടുക്കേണ്ട പോസിറ്റീവ് എല്ലാം കൂടെ ആ പോസിറ്റീവ് ഈ പോസിറ്റീവ് 3 പോസിറ്റീവ് ഒരുമിച്ച് നെഗറ്റീവ് 3 ഒരുമിച്ച് കൊടുത്തിട്ട് ഇത് ഡയറക്റ്റ് ബാറ്ററിലോട്ട് കൊടുക്കുമ്പോൾ ഫുൾ ലൈറ്റ് കത്തും. ഏകദേശം 32 ലൈറ്റ് ഉണ്ട് ഗൈസ്. 32 ലൈറ്റും ഈ ഒരു 9 വോൾട്ട് ഈ HWൻ്റെ ബാറ്ററിയാണ് നമ്മൾ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലാക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. അടുത്തായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കുറച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഗൈസ് അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം.
ഗൈസ് അപ്പോൾ നമുക്ക് ഡീറ്റെയിലായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കാം. ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഞാൻ നോക്കട്ടെ ഗൈസ്. ഗൈസ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും ബാക്ക് വരെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്, 53.5 ആ റേഞ്ചിൽ വരും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വെക്കുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു 2 mm കുറയും, ഇവിടുന്ന് ഒരു 2 mm കുറയും, 2 mm അല്ലോ 4 mm കുറയും, 5 mm കുറഞ്ഞിട്ട് പിന്നെ അതേപോലെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ ഒരു പില്ലർ അത് ഏകദേശം ഒരു 1.1 1.5 അത്രയും കൂടെ കുറയും. അത്രയും കുറഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് നമ്മൾ സൈഡ് കട്ട് ചെയ്യുന്ന ഒരു ലെങ്ത് എന്ന് പറയുന്നത്, സൈഡ് ബോഡി കട്ട് ചെയ്യുന്ന ഫോം ഷീറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തടുത്തായിട്ടുള്ള ഞാൻ കാണിച്ചാൽ ഗൈസ്, ഫ്രണ്ട് ഓവർഹാങ് റിയർ ഓവർഹാങ് എല്ലാം കാണിച്ചുതരാം. ഫ്രണ്ട് ഓവർഹാങ് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് സൈഡ് കട്ട് ചെയ്യുന്ന പോർഷൻ. അപ്പം ഏകദേശം 8.5 വരും ഗൈസ്, 8.4 8.5 ഒക്കെ വരും. ഏകദേശം 27 ആയിരിക്കും വരുന്നത്, 27 വരുന്നത്. ഗൈസ് 27 വരുന്നത്. റിയർ ഓവർഹാങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി 16.5 വരുന്നത്, 16 ഏകദേശം 16-നുള്ളിൽ നിൽക്കും, 15.5 ഒക്കെ നിൽക്കും. പിന്നെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 15.1 ഇവിടെ തൊട്ട് ഈ ഒരു ഇവിടെ വരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു എഡ്ജ് വരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് വന്നാണ് ഇങ്ങോട്ട് നിൽക്കുന്നത് ഗൈസ്. അപ്പം അതാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരു 5 പിന്നെ അതിന് മുകളിൽ 3.7 അല്ലല്ലോ 4 വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ആണ് 3.7, പിന്നെ ഏകദേശം 2, പിന്നെ അതിൻ്റെ ബാലൻസ്. പിന്നെ ഡോറിൻ്റെ വിടുത്ത് 4.5 4.5 വരുന്നത്, കുറച്ച് കുറവുണ്ട്. 4.5 എടുക്കേണ്ടത്, അതിൽ കുറച്ചെടുത്താലും സീനൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കുറച്ചുകൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തെടുക്കണം. പിന്നെയെന്ന് പറയുന്നത് ഇത് വിൻഡോയുടെ ലെങ്ത് എടുക്കേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പൊസിഷൻ നോക്കുക, ഇത് വരുന്ന ഏകദേശം ഈ വീലിൻ്റെ കൂടെ ആയിട്ട് സെൻറ്ററിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഏകദേശം ആ ഒരു സെയിമിനേക്കാളും കുറച്ചുകൂടെ ഒന്നുണ്ട് ഇതിന്. ഇത് കൃത്യമല്ല കേട്ടോ ഇത്. പിന്നെ ഏകദേശം ഇതൊരു സെൻറ്റർ വരും, ഇത് ഏകദേശം ഒരു ഇതിൻ്റെയും വീൽ ബേസിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട് വരും. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റർ നോക്കിയിട്ട് ഇതിൻ്റെ ഇപ്പുറം ഒക്കെ എടുക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ വരും, ഏറ്റവും ഈ തിരുന്നതിൻ്റെ ഇതിൻ്റെ വെച്ച് ഇടയ്ക്ക് എടുത്താൽ മതി. അതൊക്കെയാണ് അതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ. വീലിൻ്റെ കാണിക്കാം, 5.2 ആണെന്ന് തോന്നുന്നു, 5.2 2.7 ആണ് വരുന്നത്. വിടുത്ത് 13 ഗൈസ്, നേരത്തെ പറയാം ഗൈസ്. പിന്നീട് ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കാറ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കവളിൻ്റെ ഫോട്ടോ വെച്ചിട്ട് വരച്ചെടുത്ത് അതുപോലെ സെറ്റപ്പ് ചെയ്താണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ടോപ്പ് ഹൈറ്റ് അല്ല, ടോപ്പിൻ്റെ വിടുത്തെന്ന് പറയുന്നത് 12.1 പിന്നെന്താണുള്ളത് ഗൈസ്, പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലത്തെ പ്രത്യേകിച്ച് പറയണമെന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞു ഗൈസ്. അപ്പം എല്ലാവർക്കും ഇപ്പം അറിയണമെന്നില്ലല്ലോ. ഇതുണ്ടോ, ഞാൻ ഓരോന്നിട്ട് ഇങ്ങനെ കാണിക്കാം. 8.7 ഡിക്കിയുടെയാണ്, 4.8 ഇവിടുത്തെ ജസ്റ്റ് കാണിച്ചേക്കാം. 1 ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് 1.5 ഈ ഡിക്കി തുടങ്ങുന്നതാണ്, ഈ അടിയിൽ നിന്ന് ഡിക്കി തുടങ്ങുന്നത്. ഇത് 0.8, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4.9. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് 1.3 1.2 ഒക്കെ വരും. പിന്നെ അവിടെ നിന്ന് ഈ ഒരു ഇത് 1.43 ഒക്കെ വരും, 1.4 3.6 1 എസ് നോക്കാൻ നമുക്ക് മനസ്സിലാവും. കണ്ടോ ഒരു കർവ് ഉണ്ടോ ഗൈസ്, ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം. എന്താ ഒരു കർവ്, 2 എഡ്ജായിട്ട് ഒരു കർവ് നൈസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു മോഡലിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു എൻ്റെ മോഡൽസിന് പലതും ചെയ്യുന്ന പല രീതിയിലാണ്. അപ്പോൾ അവരുടെയൊക്കെ ചിലപ്പോൾ ഇതിൽ നന്നായിട്ടിരിക്കും പലരുടെ. ഇപ്പം എൻ്റെ ആൾക്കാർ ചോദിക്കുന്നത്, എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനത്തെ ബോഡി സ്ട്രക്ചർ സെറ്റായിട്ട് എങ്ങനെ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മെഷർമെൻറ്റ്സ്. അപ്പോൾ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ച് ചെയ്താലും മെഷർമെൻറ്റ്സ് വെച്ചിട്ട് മാത്രം കാര്യമില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഫോട്ടോ നോക്കിയിട്ട് അതെങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് വെച്ച് നിങ്ങളും ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ അസ്ത്രം നമുക്ക് ഏകദേശം ഒത്തുന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഈ അടുത്ത ദിവസം വരാം. ഇനിയിപ്പോഴേ 27-നോ എല്ലാം കാണാം ഗൈസ്.